അമ്മേ, ഗുസ്തി വിജയിച്ചു. ഞാൻ തോറ്റുപോയി. എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ സ്വപ്നം, എൻ്റെ ധൈര്യം എല്ലാം ചോർന്നുപോയി. എല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു. വിട. ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. മുപ്പത്തിരണ്ടാം വയസ്സിൽ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ മകൾ, അർബുദത്തോട് പൊരുതിയ ഒരമ്മയുടെ മകൾ, സമൂഹത്തിലെ എതിർപ്പുകളോട് പൊരുതി മകളെ ഗുസ്തിക്കാരിയാക്കിയ അമ്മയുടെ മകൾ. ഗോദയിൽ നിന്നിറങ്ങുമ്പോൾ വിനേഷ് ഫോഗട്ടിന് ആ അമ്മയോടാണ് പറയാനുള്ളത്. അമ്മയുടെ സ്വപ്നം തകർന്നു പോയെന്ന്, തൻ്റെ ധൈര്യം ചോർന്നു പോയെന്ന്. പോരാട്ടമായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ ജീവിതവും കരിയറും. പെൺകുട്ടികൾ ഗുസ്തിക്കിറങ്ങുന്നതിനെ എതിർത്ത നാട്ടുകാരെ എതിർത്ത് മകളെ ഗുസ്തി പഠിപ്പിച്ച അച്ഛനും അമ്മാവനും. അച്ഛൻ നഷ്ടപ്പെട്ട ശേഷം നിരക്ഷരയായ വിധവയായ അമ്മ നോക്കിയുണ്ടാക്കിയ കരിയർ. സമൂഹത്തോടുള്ള അമ്മയുടെ പോരാട്ടമാണ് തൻ്റെ കരുത്തിൻ്റെ പിൻബലമെന്ന് എപ്പോഴും പറയും. 19-ാം വയസ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കലമാണ് വിനേഷിനെ നാടറിയിച്ചത്. തൊട്ടടുത്ത വർഷം ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം. 2018, 2022 കോമൺവെൽത്തുകളിലും സ്വർണ്ണ പോഡിയത്തിൽ തന്നെ. 2 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ വെങ്കലം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെങ്കലവും. എണ്ണിയാൽ പെട്ടെന്നൊന്നും തീരാത്ത മെഡലുകൾ. ഏറ്റവുമൊടുവിൽ പാരീസിൽ ഫൈനലിൽ. അവസാന മത്സരത്തിലും തോൽക്കാതെ ഗോദയിൽ നിന്നിറങ്ങുകയാണ് ചാമ്പ്യൻ. 100 ഗ്രാമിൻ്റെ ശരീരഭാരം ഒരു രാജ്യത്തിൻ്റെ ആകെ ഹൃദയഭാരമായതിന് പിന്നാലെ ഹൃദയം പിടിച്ചുലച്ച വിടവാങ്ങൽ. പ്രിയപ്പെട്ട വിനേഷ്, വിദ്വേഷമില്ലാത്തവരെല്ലാം നിങ്ങളുടെ പേര് പറയുമ്പോൾ, നിങ്ങളെ ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന രൂപം ഒളിമ്പിക് മെഡൽ കഴുത്തിലിട്ട വിനേഷ് ഫോഗട്ടിൻ്റെ രൂപമാണ് തീർച്ച. ഒളിമ്പിക്സ് ഡെസ്ക് റിപ്പോർട്ടർ.